എല്ലാവർക്കും നമസ്കാരം. ദ ട്രാവലർ ഫ്രം കോർമൽ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് നക്കൽ ഫോർട്ടിലാണ്. ഒമാനിലെ അൽബത്തീന പ്രദേശത്തുള്ള ഒരു വലിയ കോട്ടയാണ് നക്കൽ ഫോർട്ട്. ഇത് നക്കൽ വിലായത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നു. ഈ കോട്ടയിൽ ഒമാൻ്റെ ടൂറിസം മന്ത്രാലയം നിയന്ത്രിക്കുന്ന ഒരു വലിയ മ്യൂസിയം പ്രവർത്തിക്കുന്നു. അവിടെ ചരിത്രപ്രസിദ്ധമായ തൂക്കുകളും മറ്റും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നക്കലിലെ ഈ കോട്ടയ്ക്ക് ഏകദേശം 1500 വർഷത്തിലധികം പഴക്കമുള്ളതായി വിലയിരുത്തപ്പെടുന്നു. കൃത്യമായ നിർമ്മാണ തീയതി വ്യക്തമല്ലെങ്കിലും ഈ കോട്ട വർഷങ്ങളായി പലതവണ പുതുക്കി പണിയുകയും വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ ഒമാനി ശില്പികൾ ഇതിനെ പുനർനിർമ്മിച്ചു. നിലവിൽ കാണുന്ന പ്രവേശന കവാടവും ഗോപുരങ്ങളും 1834 ഇമാം സയ്യിദ് ബിൻ സുൽത്താന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കപ്പെട്ടതായി കരുതുന്നു. 1990 ഇത് പൂർണ്ണമായും നവീകരിക്കപ്പെട്ടു. ഈ നക്കൽ ഫോർട്ടിലൂടെ, ഈ നക്കൽ കോട്ടയിലൂടെ ഒരു സഞ്ചാരം നടത്തുമ്പോൾ, ഇങ്ങനെ നടന്നു നീങ്ങുമ്പോൾ കോട്ടയുടെ ഓരോ കോണും ഓരോ കഥ പറയുന്നതായി തോന്നും. പഴയകാല ജീവിത ശൈലികളുടെ, പഴമയുടെ മികവിൻ്റെ പ്രകടമാക്കുന്ന ഓരോ കഥകൾ. ഞാൻ ചവിട്ടി നടക്കുന്ന ഈ കോട്ടയിലെ തറയിലൂടെ കഴിഞ്ഞ 1500 വർഷങ്ങൾക്കിടയിൽ എത്ര ആളുകൾ സഞ്ചരിച്ചിട്ടുണ്ടാകും. ചിലരെങ്കിലും ഇവിടെ ജീവിച്ചിട്ടുണ്ടാകും. എത്ര കാലഘട്ടത്തിലെ മനുഷ്യരെ ഈ ചുമരുകൾ കണ്ടിട്ടുണ്ടാകാം. ഇതൊക്കെയായിരുന്നു ഈ കോട്ടയിലൂടെ നടക്കുമ്പോൾ എൻ്റെ മനസ്സിലെ ചിന്തകൾ. കോട്ടയിൽ പലതരം മുറികൾ കാണാം. ഓരോ മുറിയും പ്രത്യേകം ആവശ്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. കിടപ്പുമുറി, അടുക്കള, പ്രാർത്ഥനാമുറി, ആയുധശാല, അങ്ങനെ വിവിധ തരം മുറികൾ. ഇത് അത്തരത്തിലുള്ള ഒരു കിടപ്പുമുറിയാണ്. ഈ കിടപ്പുമുറിയുടെ കാഴ്ചകളൊക്കെ ചിത്രീകരിച്ച് പുറത്തിറങ്ങിയപ്പോൾ എത്തിച്ചേർന്നത് വിശാലമായ ഒരു തുറസായ ഭാഗത്തേക്കാണ്. ഇവിടുന്ന് നോക്കിയാൽ അങ്ങ് കണ്ണെത്താ ദൂരത്തോളം ഈത്തപ്പഴത്തോട്ടങ്ങൾ കാണാം. അൽബത്തീന പ്രദേശത്തിൻ്റെ ഉയരത്തിൽ നിന്നുള്ളൊരു കാഴ്ച ഇവിടെ നിന്ന് കാണാം. ഈ കോട്ടയുടെ അടുത്ത് തന്നെയാണ് അൽ തവാര ഹോട്ട് സ്പ്രിംഗ്. ഏകദേശം ഒരു 6 കിലോമീറ്റർ ദൂരം മാത്രമേ നക്കൽ ഫോർട്ടിൽ നിന്നും അൽ തവാര ഹോട്ട് സ്പ്രിംഗിലേക്ക് കാണുകയുള്ളൂ. ബോയ്സ് റൂം, ഡൈനിങ് റൂം, ലേഡി സിറ്റിംഗ് റൂം, അങ്ങനെ വിവിധ തരം മുറികൾ ഈ കോട്ടയ്ക്കകത്തുണ്ട്. ഇതൊരു ഡൈനിങ് റൂമാണ്. ഈ കിച്ചണിൽ പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ കാണാം. ചിലതെല്ലാം സഞ്ചാരികൾക്കായി പുനരാവിഷ്കരിച്ചിരിക്കുന്നതായും കാണാം. നമ്മളിപ്പോൾ നടന്നു നീങ്ങുന്നത് ജയിലിൻ്റെ ഭാഗങ്ങളിലൂടെയാണ്. കുറ്റവാളികളെ തുറങ്കിലടച്ചിരുന്ന ഭാഗങ്ങൾ.
നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുറങ്കിൽ അടയ്ക്കപ്പെട്ട ഒരാളെ മനസ്സിൽ സങ്കല്പിച്ച് ഇതിലൂടെ അങ്ങ് നടന്നാൽ ഒരു ചെറിയ ദീനരോധനം കാതിൽ പതിക്കും. കോട്ട കാണുന്നത് പോലെ തന്നെ മനോഹരമാണ് കോട്ടയ്ക്ക് ചുറ്റിലുമുള്ള കാഴ്ചകൾ. ദൂരെ മലനിരകൾ, ചെറിയൊരു വാതി, ഈന്തപ്പഴത്തോട്ടങ്ങൾ, ചില വീടുകൾ, തരിശായ പ്രദേശങ്ങൾ, അങ്ങനെ എല്ലാം ഒത്തുചേർന്ന് വല്ലാത്ത ഒരു സുഖാനുഭൂതി നൽകുന്നു. അതിൻ്റെ ഇടയിൽ നമ്മെ തട്ടിത്തലോടുന്ന കാറ്റ്. വളരെ കുറച്ച് സന്ദർശകരെ ഇന്നേ ദിവസം ഇവിടെയുള്ളൂ. വരുന്നവരെല്ലാവരും ഈ ചരിത്ര സ്മാരകം അവരവരുടെ ക്യാമറയിൽ പകർത്തി വയ്ക്കുന്നു. ഒരിക്കൽ കൂടി നക്കൽ ഫോർട്ടിൻ്റെയും പരിസരത്തിൻ്റെയും വീഡിയോകൾ ചിത്രീകരിച്ച് ഞങ്ങൾ നക്കൽ ഫോർട്ടിൽ നിന്നിറങ്ങി. ഇനി യാത്ര ഭീമ സിംഗ് ഹോളിലേക്കാണ്. നക്കൽ ഫോർട്ടിൽ നിന്നും ഏകദേശം 70 കിലോമീറ്ററുകൾക്ക് അപ്പുറമാണ് സിംഗ് ഹോൾ ഉള്ളത്. ഏകദേശം 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെയുള്ള യാത്ര. സിംഗ് ഹോളിനെ കുറിച്ച് ഒരുപാട് കഥകളും കെട്ടുകഥകളും ഒക്കെ നിലവിലുണ്ട്. സിംഗ് ഹോൾ നക്ഷത്രം വീണുണ്ടായതാണെന്നും ഉൽക്ക വീണുണ്ടായതാണെന്നുള്ള കഥകൾ നിലവിലുണ്ട്. എന്നാൽ ശാസ്ത്രീയമായി പറയുമ്പോൾ സിംഗ് ഹോളുകൾ കാസ്റ്റ് പ്രക്രിയയിലാണ് രൂപാന്തരപ്പെടുന്നത്. കെമിക്കൽ ഡിസൊല്യൂഷൻ ഓഫ് കാർബണേറ്റ് റോക്സ്, കൊളാപ്സ് ഓർ സഫോഷൻ പ്രോസസ്സിലൂടെയൊക്കെയാണ് ഇത്തരം സിംഗ് ഹോളുകൾ രൂപാന്തരപ്പെടുന്നതെന്നാണ് ശാസ്ത്രീയമായ വിശദീകരണം. എന്തു തന്നെയായാലും ഭൂമി സ്വയം നിർമ്മിക്കുന്ന ഇത്തരം അത്ഭുതങ്ങൾ കാണേണ്ടത് തന്നെയാണ്. ഇന്നാണെങ്കിൽ ഇവിടെ വളരെ കുറച്ച് സഞ്ചാരികളേ ഉള്ളൂ. പലതരം മിനറൽസിൻ്റെ ഒരു കലവറയാണ് സിംഗ് ഹോൾ. അതുപോലെ തന്നെ നീരുറവ തരുന്ന ശുദ്ധമായ ജലവും. ഒന്ന് കുളിച്ചു കയറിയാൽ മനസ്സിനും ശരീരത്തിനും അത് വല്ലാത്ത ഉണർവേകും. സിംഗ് ഹോളിലെ പ്രകൃതിദത്തമായ ജലസംഭരണിക്ക് ഈ വെള്ളത്തിലിറങ്ങിയുള്ള ഒരു നീന്തലിന് ചികിത്സാത്മകമായ ഫലം നൽകാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രക്തസഞ്ചാരത്തിനും പേശി വിശ്രമത്തിനുമെല്ലാം ഈ നീന്തൽ സഹായിക്കും. ഇന്നത്തെ ഈ സഞ്ചാരം ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.